ഇതാണ് ഞങ്ങളുടെ വീട്. ഈ വീട്ടിലെ ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ അമ്മ ഭാഗ്യലക്ഷ്മി. ആളിത്തിരി ചൂടത്തിയാണെങ്കിലും പാവാണ്. പിന്നെ ഞങ്ങളുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ. ആളെപ്പോഴും മുകളിലെ റൂമിലുണ്ടാകും. കാരണം എന്താ, അവിടെ സ്പീക്കറിൽ പാട്ടെല്ലാം വെച്ച് അവിടെയാണ് ആളെപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാറ്. പക്ഷെ ആളിപ്പോൾ ഗൾഫിലാണ്. പിന്നെ എൻ്റെ അനിയത്തി മീനാക്ഷി. ഇവളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. ബുദ്ധനെ പോലെ സമാധാനപ്രിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീട്ടിൽ ഇവളെ കൊണ്ട് ഉപദ്രവോ ശല്യമില്ല. പക്ഷേ ഈ വീട്ടിലൊരാവശ്യത്തിന് ഇവളെ കിട്ടത്തില്ല. കാരണം 24 മണിക്കൂറും ഫോണിലായിരിക്കും. ഈ വരുന്നതാണ് എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി, അതായത് ഈ വീട്ടിലെ ചെറിയ ആള് മുന്നേ പറഞ്ഞ മീനുവിനെ പോലെയല്ല. ആള് ഡീസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ എല്ലാവർക്കും അവളെ വലിയ കാര്യമാണ്. ഒരാവശ്യത്തിന് വിളിച്ചാലോ ഒരു ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചാലോ അവൾ ഒരു മടിയും കൂടാതെ വന്ന് ചെയ്തു തന്നോളും. പിന്നെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തോളും. അടിച്ചു വാരാൻ അടിച്ചു വാരും, പാത്രം കഴുകാൻ പാത്രം കഴുകും. അതുകൊണ്ട് എനിക്ക് അവളെ എല്ലാവർക്കും ഇഷ്ടം. ലാസ്റ്റ് സുഹൃത, അതായത് ഇവരുടെ എല്ലാം മൂത്ത ചേച്ചി. ഈ പറയുന്നത് തന്നെയാണ് ഞാൻ. മീനു, ആ ഫോൺ എടുത്ത് വെച്ച് നീ ഒന്ന് ഇങ്ങോട്ട് പോയോ? തുടങ്ങി, ഇപ്പൊ വന്നിരുന്നിട്ടേ ഉള്ളൂ. പഠിച്ചൊന്നല്ലല്ലോ, ഫോണ് കളിക്കല്ലേ. അമ്മ ഞാൻ ചെയ്യണോ? നീ ആയാലും മതി, അവള് വരുമ്പോഴേക്ക് നേരം വെളുക്കും. എന്തിനാ വെച്ചേ? ഞാൻ കഴിഞ്ഞപ്പോൾ നീ വന്നിരിക്കുക. എന്തിനാ ചിരിക്കണ? ചിരി വന്നിട്ട് മതി, ഇപ്പൊ നിങ്ങൾ അടി ഉണ്ടാക്കും, പിന്നെ നിങ്ങൾ ഒന്നിക്കും. മതി ചിരിച്ചേ. ഓ കുടുംബങ്ങളൊക്കെ വീട്ടിൽ വെച്ചോണ്ടാ. അതിന് സീരിയലില്ലല്ലോ, ഞായറാഴ്ച. എന്തായാലും വേണ്ടില്ല, എനിക്ക് ഇന്നത്തെ ഭാഗം കാണണം. അത് വെച്ചോണ്ടാ. ഇപ്പഴാണ് TV പറഞ്ഞത്. നിങ്ങളൊക്കെ പുറത്തു പോയി കളിക്കി. പുറത്ത് നല്ല വെയിലാണമ്മേ. നിങ്ങളിപ്പോ ഒന്നായി. നമുക്ക് പുറത്ത് പോയി കളിക്കാം. അതെ. കളിച്ചാലോ? ഇതൊരു അടിപൊളി കളിയാണ്. എന്നാ പിന്നെ എന്താ നോക്കി നിൽക്കുന്ന, വായോ കളിക്കാം. പക്ഷെ ഈ കളി നമ്മളല്ല കളിക്കുന്നത്. ഈ കളി കളിക്കുന്നത് അമ്മയും ഗോൾഡിഷയുമാണ്. അത് സ്വർണത്തിന്റെയോ? ഇതെങ്ങനെ എങ്ങനെ ചെയ്യുന്നേ? അത് ഞാൻ വഴിയേ പറയണം. ഇനി നമ്മുടെ ഓരോ ചുവടും സൂക്ഷിച്ച് വേണം.